സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചോറിന് പപ്പടത്തിന് പകരം ഇത് കൂട്ടാൻ പറ്റും. അങ്ങനത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കണേ. 3/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ജാറിലേക്ക് 1/4 കപ്പ് വറുത്ത കപ്പലണ്ടിയാണ് അത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം കേട്ടോ. പൊട്ടുകടലയും പൊടിച്ചെടുത്തു. ഇതും ഗോതമ്പ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 ടീസ്പൂണിലും കുറവ് കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ അരിമോദകം. ഇതൊന്ന് കയ്യിൽ പൊടിച്ചിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചൂടുള്ള ഓയിലാണ് ചേർക്കണം. ഇനി ഇതും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കാം. എല്ലാം ചേർത്ത് മിക്സ് ചെയ്തു നമ്മൾ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിനെക്കാട്ടിലും നല്ല കട്ടിയിൽ കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ ഫസ്റ്റ് വെള്ളം ചേർത്ത് കുഴച്ചാൽ മതി. നല്ല കട്ടിയിലാട്ടാ കുഴച്ചെടുത്തതിന്. നല്ല കട്ടിയിലും വേണം, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം മാവ്. ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അത്രയും കട്ടിയിലാണ് മാവുള്ളത്. ഇനി ഇതിന്ന് പകുതി എടുക്കാം. ഒരു സിലിണ്ടർ ഷേപ്പിലാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഇത്ര ചെറിയ ബോൾസ് മതിയിട്ടാ. ഇതുപോലെ എല്ലാം ഈ അളവിലെ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. അതുപോലെ ഈ മാവ് കുഴയ്ക്കാനായിട്ട് നമ്മൾ ചായ കുടിക്കുന്ന കപ്പിൽ 1/2 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായേ. അതിൽ 1/4 കപ്പ് വെള്ളം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അത്രയ്ക്കും കട്ടിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. പരത്താനായിട്ട് ഒരു ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഈ പരത്തിന് ഇതിലും ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി ഒരു ബോൾ എടുത്ത് വയ്ക്കാം. എത്രത്തോളം തിന്നായിട്ട് നമുക്ക് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ വക്കൊന്നും കറക്റ്റായില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമുക്കിത് മുറിച്ചെടുക്കാനുള്ളതാണ്. അത് കാരണം കറക്റ്റ് റൗണ്ട് വരണമെന്നൊന്നുമില്ല. ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ ഒക്കെ അടപ്പില്ലേ, അത് വെച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് കറക്റ്റാക്കി എടുക്കാം. ഇനി ഒരു ഫോർക്ക് എടുക്കുക. ഇടയ്ക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് മാറ്റാം. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഓരോന്ന് പരത്തുമ്പോൾ എണ്ണയുടെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയാൽ മതിയിട്ടാ. എല്ലാം നമ്മൾ പരത്തിയെടുത്തു. അപ്പം നിങ്ങൾക്ക് എന്തോരം വേണോ അതനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തോളൂ. ഇനി നമുക്കിതൊക്കെ വറുത്തെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാം റെഡിയാക്കി എടുത്തുട്ടാ 10 മിനിറ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ റെഡിയാക്കിയേക്കണേ. ഇത് 3-4 ദിവസം നല്ല കേട്ടോ, ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട് വരാണ്ട്. ചോറിനായാലും ഇത് അടിപൊളിയാട്ടോ. ഇത് എത്ര ക്രിസ്പിയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.